ഇന്ത്യ US മഞ്ഞുരുകുന്നതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു നേതാക്കന്മാരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ നേരിട്ടുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരിക്കുകയാണ്. തീരുവയുണ്ടാക്കിയ സാമ്പത്തിക പ്രയാസങ്ങളെ സ്വദേശീയാഹ്വാനത്തിലൂടെയും GST പരിഷ്കരണത്തിലൂടെയും മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നതിനെ തടയിടാനായതും നേട്ടമായി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നു എന്ന് മാത്രമല്ല, ചൈനയുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനുമായി. ഇന്ത്യ റഷ്യ ചൈന ത്രികക്ഷി ബന്ധത്തിനെ ആകാംക്ഷയോടെ ലോകം നോക്കിക്കണ്ടു. എന്നാൽ ഇന്നു രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റിൽ ഇന്ത്യയും USഉം അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണെന്നും ഇന്ത്യ US പങ്കാളിത്തത്തിന്റെ പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കുന്നതിന് ഞങ്ങളുടെ വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി കുറിച്ചിരിക്കുന്നു. ഈ ചർച്ചകൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ ടീമുകൾ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രണ്ട് ജനതയ്ക്കും കൂടുതൽ തിളക്കമാർന്നതും സമൃദ്ധവുമായ ഭാവി ഉറപ്പാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ച കുറിപ്പിന് മറുകുറിപ്പായിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. ഇന്ത്യയും അമേരിക്കയും വ്യാപാര ബന്ധത്തിലെ തടസ്സങ്ങൾ നീക്കുന്നതിനായുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നും മോദി സുഹൃത്താണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ ഉടൻ പരിഹരിക്കാനാവുമെന്ന് തോന്നുന്നുവെന്നുമാണ് ട്രംപിന്റെ കുറിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.